Good morning. Today we are doing a short story by Rabindranath Tagore. The short story is The Auspicious Vision. The auspicious vision. What is the meaning of auspicious? It means favorable, giving a sign of future success, etc. വളരെ അനുകൂലമായ, മംഗളമായ, ശുഭമായ, ഭാവിയിൽ വിജയം സംഭാവന ചെയ്യുന്ന, സമ്മാനിക്കുന്ന എന്നൊക്കെയാണ് ഓസ്പിഷ്യസ് എന്നുള്ള വാക്കിൻ്റെ മീനിങ്. ഓസ്പിഷ്യസ് വിഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ചടങ്ങാണ്. ദാറ്റ് ഈസ് എ റിച്വൽ. അതൊരു അനുഷ്ഠാനമാണ്. പണ്ട് ബംഗാളിലുണ്ടായിരുന്ന ഒരു അനുഷ്ഠാനം, വിവാഹത്തോട് അനുബന്ധിച്ചുണ്ടായിരുന്ന ഒരു അനുഷ്ഠാനമാണ് ഓസ്പിഷ്യസ് വിഷൻ. A ritual of Bengali wedding ceremony. It was a ritual related to Bengali wedding ceremony. After the betrothal means engagement. Vivaha nichayam kazhinjal, after the betrothal, the bridegroom and the bride are not supposed to see each other again till the part of the wedding ceremony called auspicious vision. ഓസ്പിഷ്യസ് വിഷൻ. ബംഗാളിൽ പണ്ടുണ്ടായിരുന്ന ഈ ചടങ്ങെന്ന് പറയുന്നത്, ഈ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞാൽ, വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ, പിന്നെ വിവാഹത്തിൻ്റെ മുഹൂർത്ത സമയം വരെ വിവാഹത്തിൻ്റെ പ്രത്യേക ചടങ്ങായ ഓസ്പിഷ്യസ് വിഷൻ, കുറേ ബന്ധുക്കളെല്ലാം കൂടെ ചേർന്ന് ഒരു മുറിയിൽ അല്ലെങ്കിൽ എൻക്ലോസ് ചെയ്ത ഒരു ഏരിയയിൽ വെച്ചാണ് ഈ ഓസ്പിഷ്യസ് വിഷൻ നടക്കുന്നത്. ഈ ഓസ്പിഷ്യസ് വിഷൻ എന്ന് പറഞ്ഞാൽ വി ക്യാൻ കോൾ ഇറ്റ് ശുഭദൃഷ്ടി. ബംഗാളിലെ ശുഭദൃഷ്ടി, മലയാളത്തിലും അങ്ങനെ പറയാം, ശുഭദൃഷ്ടി എന്ന് വിളിക്കാം. ഓസ്പിഷ്യസ് വിഷൻ അതൊരു എൻക്ലോസ്ഡ് ഏരിയയിൽ വെച്ചായിരിക്കും നടക്കുന്നത്. അപ്പം അതുവരെ ഈ ബ്രൈഡ് ഗ്രൂമോ ബ്രൈഡോ തമ്മിൽ കാണത്തില്ല. അപ്പം അത് വിവാഹത്തിൻ്റെ പ്രത്യേക പാർട്ട് വരെ ബ്രൈഡ് ഗ്രൂമോ അതെ, പ്രത്യേകിച്ചും ബ്രൈഡ്, ഷീ വുഡ് കവർ ഹെർ ഫേസ് വിത്ത് എ വീൽ. ഒരു മൂടുപടം കൊണ്ട് മുഖം മറച്ചിരിക്കും. ദ വീൽ ഈസ് റിമൂവ്ഡ് ബൈ ദി ബ്രൈഡ് ഗ്രൂം അറ്റ് ദി മോമെൻറ്റ് ഓഫ് ഓസ്പിഷ്യസ് വിഷൻ. ഈ ഓസ്പിഷ്യസ് വിഷൻ്റെ സമയത്താണ് ഈ മൂടുപടം ബ്രൈഡ് ഗ്രൂം മാറ്റുന്നത്. അറ്റ് ദി ഓസ്പിഷ്യസ് വിഷൻ മൂമെൻറ്റ് ദി വീൽ ഈസ് ലിഫ്റ്റഡ് ആൻഡ് ദി ഗ്രൂം ആൻഡ് ദി ബ്രൈഡ് എക്സ്ചേഞ്ച് ഗാർലൻസ്. ആൻഡ് ദി ബ്രൈഡ് ഗ്രൂം ആൻഡ് ബ്രൈഡ് എക്സ്ചേഞ്ച് ഗാർലൻസ്. ഇതാണ് ഓസ്പിഷ്യസ് വിഷൻ എന്ന് പറയുന്നത്. The writer is Rabindranath Tagore. You know Rabindranath Tagore, the Bengali polymath. Polymath is a person of wide knowledge and learning. A person of wide knowledge and learning. അതായത് എല്ലാ കാര്യത്തെക്കുറിച്ചും ആധികാരികമായ അറിവുള്ള പണ്ഡിതനായ വ്യക്തിയാണ് നമ്മൾ പോളിമാത്ത് എന്ന് വിളിക്കുന്നത്. POLYMATH. ബംഗാളി പോളിമത്തായിരുന്ന അദ്ദേഹം, he was a poet. That all of us know. Poet, dramatist, novelist, short story writer, educationist. He started Shantiniketan in 1901. So he was a great educationist with a special view. Painter, philosopher, musician and social reformer. Social reformer also. He was awarded the Nobel Prize for Literature in 1913. 1913 അദ്ദേഹത്തിന് സാഹിത്യത്തിനുള്ള നൊബൽ സമ്മാനം കിട്ടിയത് ഫോർ ഹിസ് ഗീതാഞ്ജലി, ദി സോങ് ഓഫ് ഓഫറിങ്സ്. ഇറ്റ് കണ്ടെയ്ൻസ് എ ലോട്ട് ഓഫ് റിലീജിയസ് സോങ്സ്. ഭക്തിസാന്ദ്രമായ സോങ്സ് ആണ്, ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ടുള്ള സോങ്സ്. 108 സോങ്സ് ആണ് ഗീതാഞ്ജലിയിലുള്ളത്. അപ്പോൾ ഇത് കൂടുതൽ ഈ ടാഗോറിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായി പ്ലീസ് വാച്ച് മൈ ക്ലാസ് നമ്പർ 178. എൻ്റെ 178ാമത്തെ ക്ലാസ്സിൽ പ്ലീസ് വാച്ച് ദി ഇൻട്രൊഡക്ടറി പാർട്ട്. Watch the introductory part and understand more about Tagore. So the auspicious vision. You know, Tagore's stories deal with the simple themes. ടാഗോറിൻ്റെ ചെറുകളൊക്കെ നോക്കിയാൽ നമുക്കറിയാം, they deal with the simple themes. But they enrich our imagination. You know, his stories enrich our imagination and extend our humanity. Humanity means the sense of being humane. മനുഷ്യത്വം, നമ്മുടെ മനുഷ്യത്വത്തെ വികസിപ്പിക്കുകയും ചെയ്യുന്നു.
നമ്മുടെ ഭാവനയെ സമ്പുഷ്ടമാക്കുകയും ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ ഷോർട്ട് സ്റ്റോറീസ്. ടാഗോർ സ്റ്റോറീസ് റിവീൽ അഡ്മിറബിൾ നാരറ്റീവ് പവർ. ടാഗോർസ് സ്റ്റോറീസ് റിവീൽ അഡ്മിറബിൾ, പ്രൈസ് വർത്തി, പ്രശംസനീയമായ അല്ലെങ്കിൽ അഭിനന്ദനാർഹമായ രീതിയിൽ നാരറ്റീവ് പവർ ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് സ്കിൽ. ദേ ഓൾസോ റിവീൽ ഈസ് എ ഡിസ്ക്രിപ്റ്റീവ് സ്കിൽ. ആ വർണ്ണനാ പാഠവും വ്യക്തമാക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ചെറുകഥകൾ. ദി ഓസ്പിഷ്യസ് വിഷൻ ഈസ് എ ഡിലൈറ്റ്ഫുൾ ഷോർട്ട് സ്റ്റോറി about a young man's choice of his wife. The auspicious vision is a delightful short story about a young man's, young widower. അയാളൊരു വിഭാര്യനാണ്, കല്യാണം കഴിച്ചു, ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഭാര്യ മരിച്ചുപോയി. അങ്ങനെയുള്ള സുമുഖനായ ഒരു യുവാവ് ചോയ്സ് ഓഫ് ഹിസ് വൈഫ്, രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നു. അങ്ങനെ രണ്ടാമത്തെ വൈഫിനെ സെലക്ട് ചെയ്യുന്നതിൽ ചൂസ് ചെയ്യുന്നതിലുള്ള സംഭവമാണ് ഇതിലെ പ്രതിപാദ്യം എന്ന് പറയുന്നത്. Chance and fate play an important role in shaping the events in the story. വിധി, ഫെയ്റ്റും ചാൻസും, both fate and chance play an important role in shaping the chance and fate play an important role in shaping the events in the story. ഈ കഥയിലെ സംഭവങ്ങളെ ഡെവലപ്പ് ചെയ്യുന്നതിൽ, ഷേപ്പ് ചെയ്യുന്നതിൽ ചാൻസിനും ഫെയ്റ്റിനും വലിയ പങ്കുണ്ട്. So we are going through the story. Kanti Chandra, the central character or the protagonist is Kanti Chandra. Kanti Chandra was a wealthy young widower. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവാഹം കഴിഞ്ഞു. So within a short period his wife was dead, but he never thought of a second marriage. രണ്ടാമതൊരു വിവാഹം വേണ്ട, ഇനിയിപ്പോൾ ഒരു വിവാഹം വേണ്ട എന്നുള്ള തീരുമാനത്തിലായിരുന്നു. ഇഷ്ടംപോലെ പണമുണ്ട്. He has a lot of landed property. ജന്മിയനായിരുന്നു. He was a great landowner. So Kanti Chandra was a wealthy young widower. He spent much of his time in hunting animals and birds. He was a great hunter also. His hobby was hunting. അയാളുടെ ഹോബി എന്ന് പറഞ്ഞാൽ ഹണ്ടിങ് ആണ്. ഹണ്ടിങ് എന്ന് പറഞ്ഞാൽ ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെയാണ് ഹണ്ടിങ്ങിന് പോകുന്നത് പരിവാരങ്ങളുമായി. പരിവാരങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ മ്യൂസീഷ്യൻസ് കാണും, മേളക്കാർ കാണും, പിന്നെ അതുപോലെ വാരിയേഴ്സ്, യോദ്ധാക്കളുണ്ട്. ഇവരെല്ലാവരുമായിട്ടാണ് ബോട്ടുകളിൽ ഹണ്ടിങ്ങിന് പോകുന്നത്. ഹീ സ്പെൻഡ് മച്ച് ഓഫ് ഹിസ് ടൈം ഇൻ ഹണ്ടിങ് ആനിമൽസ് ആൻഡ് ബേർഡ്സ്. മൃഗങ്ങളെയും പക്ഷികളെയും ഹണ്ട് ചെയ്താണ് അദ്ദേഹം കൂടുതൽ സമയം ചെലവഴിച്ചിരുന്നത്. വൺ ഡേ എലോങ് വിത്ത് ഹിസ് കമ്പാനിയൻസ്, എലോങ് വിത്ത് ഹിസ് ഫ്രണ്ട്സ്, നേരത്തെ പറഞ്ഞ പോലെ മ്യൂസീഷ്യൻസ്, വാറിയേഴ്സ്, മറ്റ് മേളക്കാർ എല്ലാവരുമായി ഹീ വെൻ്റ് ഔട്ട് ഷൂട്ടിംഗ് നിയർ ദി സ്വാംബ് ഓഫ് നൈധിതി, NYDHI, നൈതിഥി വില്ലേജ്. നൈതിഥി വില്ലേജ്, അവിടെ അടുത്തൊരു സ്വാമ്പുണ്ട്. സ്വാമ്പ് മീൻസ് മാർഷി പ്ലേസ്, ചതുപ്പ് പ്രദേശം. ആ ചതുപ്പ് പ്രദേശത്ത് പക്ഷികളെയൊക്കെ വെടിവെക്കാനായിട്ടാണ് പോയത്. ചതുപ്പ് പ്രദേശത്തിനോട് ചേർന്നൊരു നദി ഒഴുകുന്നുണ്ട്. അപ്പോൾ അവർ ബോട്ടിലായിരുന്നു അവരുടെ യാത്ര. സോ ലിസൺ. One day, along with his companions, he went out shooting near the swamp of Naididi village. While he was sitting in a boat. അപ്പം നായട്ടന് വന്നിട്ട് കുറച്ച് ദിവസങ്ങളായി. നായട്ടെന്ന് പറഞ്ഞാൽ നാട്ടുകാർക്കൊരു ശല്യമാണ്. കാരണം പകല് മുഴുക വെടിയൊച്ചയുടെ സൗണ്ട്. എപ്പോഴും ഇങ്ങനെ ഞെട്ടാനേ സമയമുള്ള നാട്ടുകാർക്ക് വെടിയൊച്ച കേട്ട്. പിന്നെ രാത്രിയിലാണെങ്കിൽ മേളക്കാരുടെ വാദ്യോപകരണ വായനയും അതുപോലെ സംഗീതജ്ഞന്മാരുടെ പാട്ടും അങ്ങനെ ബഹളം. ദി വില്ലേജേഴ്സ് ആർ നോട്ട് ഏബിൾ ടു സ്ലീപ്പ്, ഉറങ്ങാനും പറ്റത്തില്ല. അപ്പം ആരും നോബഡി ഡെയർഡ് ടു ക്വസ്റ്റ്യൻ കാന്തി Chandra. So what happened one day while he was sitting in a boat, അദ്ദേഹം കൊണ്ടുവന്നൊരു വെള്ളത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ he saw a beautiful village maiden. He saw a very beautiful village girl, village maiden, village girl coming to the edge of the stream. ആ അരുവിയുടെ, ആ നദിയുടെ എഡ്ജിൽ, അരികിലേക്ക്, അതിൻ്റെ വക്കിലേക്ക്, അതിൻ്റെ ബാങ്ക്സിലേക്ക് ഒരു സുന്ദരിയായ ഗേൾ വിത്ത് സ്ലെൻഡർ ബോഡി ആൻഡ് ബേബീഷ് ഫേസ്. മുഖം കണ്ടാൽ ഒരു ശിശുവിൻ്റെ മുഖം പോലെ തോന്നും. ശരീരം വളരെ സ്ലെൻഡറാണ്. ഹി ഹാസ് നെവർ സീൻ സച്ച് എ ബ്യൂട്ടി ഇൻ ഹിസ് ലൈഫ്. ഇതേപോലൊരു സുന്ദരിയെ നേരത്തെ കണ്ടിട്ടില്ല, ഇത്രയും സൗന്ദര്യം നേരത്തെ കണ്ടിട്ടില്ല. So he saw a very beautiful village maiden coming to the edge of the stream.
She had two white ducklings. Ducklings means young one of ducks. താറാവിൻ്റെ കുഞ്ഞുങ്ങൾ. She held two white ducklings close to her breast. അവളുടെ നെഞ്ചോട് ചേർത്ത് 2 വെള്ള താറാവുകളെയും കൊണ്ട് വന്നിരിക്കുകയാണ്. The girl was extremely fond of animals and birds. She has just the opposite nature of the protagonist, ഗാന്ധിയന്ദ്ര. ഗാന്ധിയന്ദ്രയുടെ സ്വഭാവമല്ല ഈ പെൺകുട്ടിക്കുള്ളത്. ഗാന്ധിയന്ദ്ര ആനിമൽസിനെയും ബേഡ്സിനെയും കൊല്ലുന്നുവെങ്കിൽ ഷീ ഈസ് ദി പ്രൊട്ടക്ട്രസ്. ദ ഗേൾ ഈസ് ദി പ്രൊട്ടക്ട്രസ് ഓഫ് ആനിമൽസ് ആൻഡ് ബേഡ്സ്. സംരക്ഷകയാണ് അവൾ. ഷീ ഈസ് ഓഫ് കോഴ്സ് എ സേവിയർ ഓഫ് ആനിമൽസ് ആൻഡ് ബേഡ്സ്. ഇപ്പം 2 താറാവിൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് വെള്ളത്തിലിറക്കി കളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുക. She put the birds into the water and watched them anxiously. She put the playful ducklings into the water and watched the ducklings anxiously. ആകാംക്ഷയോടെ നോക്കി ആരും പിടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ, മറ്റ് ജന്തുക്കളൊന്നും ആക്രമിക്കാതിരിക്കാൻ ഇങ്ങനെ അവൾ അവിടെ തന്നെ നോക്കിയിരിപ്പുണ്ട്. Gandhiyendra was fascinated by her beauty. Gandhiyendra was greatly fascinated, greatly attracted by her babyish face and slender, sweet body. Anyhow, he was greatly fascinated by her beauty. But as he looked up at the girl hurriedly, she took back the ducklings and left the place. ഇയാളിങ്ങനെ പെൺകുട്ടി ഇങ്ങനെ നോക്കി നിന്നപ്പോൾ കൊള്ളാമല്ലോ, ഒരു നൈസ് ഗേൾ, ഇതേപോലുള്ള പെൺകുട്ടികളാണ് ഐ ലൈക്ക്. അപ്പം അങ്ങനെ ഇയാൾ ആ പെൺകുട്ടിയെ നോക്കിയപ്പോൾ ദി ഗേൾസോ കാന്തിയന്ദ്ര, പെൺകുട്ടി കാന്തിയന്ദ്രയെ കണ്ടു. കയ്യിൽ തോക്കൊക്കെ ഇരിക്കൊണ്ടിന് ഡക്ലിങ്സിനെ വെടിവെച്ചുല്ലോ എന്ന് പേടിച്ച് പെട്ടെന്ന് ആ ഡക്ലിങ്സിനെ എടുത്ത് ഷീ ലെഫ്റ്റ് ദി പ്ലേസ്. അവൾ ആ സ്ഥലം വിട്ട് പോവുകയും ചെയ്തു. ഇറ്റ് വാസ് ബൈ ഷിയർ ചാൻസ് ദാറ്റ് ഹി മെറ്റ് ദിസ് ബ്യൂട്ടിഫുൾ ഗേൾ. അതിനു മുമ്പ് എന്ന് പറഞ്ഞാൽ ഇയാളുടെ കൂടെയുള്ള കാന്തിയന്ദ്രയുടെ കൂടെയുള്ള ഒരാളെ പേടിപ്പിക്കാൻ വേണ്ടി തമാശയ്ക്ക് വെടിയുണ്ടോന്നില്ലാതെ തോക്കെടുത്ത ആ ഡക്ലിങ്സ് നേരെ ചൂണ്ടുകയും ചെയ്തു. ഷീ ഓൾസോ സാ ദാറ്റ്. കാന്തിയന്ദ്ര ഇത് കണ്ട് അടുത്തോട്ട് എന്നിട്ട് എന്തായി കാണിക്കുന്നത്, നീ പേടിപ്പിച്ചു വിട്ടല്ലോ സുന്ദരിയായ പെണ്ണിനെ പറഞ്ഞുകൊണ്ട് ഒരൊറ്റ അടി മുഖത്ത്. അവൻ താഴെ ദേ കിടക്കുന്നു. അപ്പം എന്തായാലും അങ്ങനെ പേടിച്ച് കാന്തിയന്ദ്രനെ നോക്കിയിട്ടും മറ്റേ ഇങ്ങനെ തോക്ക് ചൂണ്ടിയതുകൊണ്ടും പേടിച്ച് ഷീ ലെഫ്റ്റ് ദി പ്ലേസ്. ഇറ്റ് വാസ് ബൈ ഷിയർ ചാൻസ്, ഷിയർ ലക്ക് ദാറ്റ് ഹി മെറ്റ് ദിസ് ബ്യൂട്ടിഫുൾ ഗേൾ. തികച്ചും അവിചാരിതമായിട്ടാണ് ഈ പെൺകുട്ടിയെ കണ്ടത്. അവള് പോയത് ഷീ വെന്റ് ത്രൂ ദി തിക്കറ്റ് ഓഫ് ബാംബൂസ്. അവിടെ കുറേ മുളംകൂട്ടങ്ങളുണ്ട്. ആ മുളംകൂട്ടങ്ങൾക്കിടയിലൂടെയാണ് നടന്നു പോയത്. കാന്തിചന്ദ്ര വെന്റ് ഇൻടു ദി തിക്കറ്റ്സ്. Thicket, thicket means a group of trees or bushes growing together. Thicket, a group of trees or plants or bushes growing closely together. ഇങ്ങനെ ചേർന്ന് അടുത്തടുത്ത് പറ്റിച്ചേർന്ന് ഇങ്ങനെ വളർന്നു നിൽക്കുന്ന സസ്യങ്ങളുടെയോ വൃക്ഷങ്ങളുടെയോ കൂട്ടത്തിനെയാണ് തിക്കറ്റ് എന്ന് പറയുന്നത്. കാന്തിയന്ദ്ര എന്തായാലും അവളെ കുറിച്ചൊന്ന് അന്വേഷിക്കാൻ, അവൾ എവിടെ താമസിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ. ഹി വാസ് വെരി ആങ്ഷ്യസ് അബൌട്ട് ഹെർ വെയർ അബൌട്ട്സ്. Gandhiyendra went into the thickets where the girl had disappeared. ഇവള് അപ്രത്യക്ഷമായ മുളംകൂട്ടങ്ങളുണ്ടല്ലോ, മുളംകൂട്ടങ്ങളിലേക്ക് ഇയാൾ നടന്നു ചെന്നു, ബോട്ടിൽ നിന്ന് ഇറങ്ങിച്ചെന്നു. He reached in the yard of a well-to-do Brahmin. ഇയാൾ എവിടെ എത്തിയത്? He reached the house of a well-to-do Brahmin, rich Brahmin. ധനികനായ ഒരു ബ്രാഹ്മണന്റെ വീട്ടിലെത്തിച്ചേർന്നത്, വീടിന്റെ മുറ്റത്തെത്തിച്ചേർന്നു. He reached in the yard, മുറ്റം. Yard of a well-to-do means rich Brahmin. The girl was seated under a bush near the house. വീട്ടിനോട് ചേർന്ന് കുറച്ച് ബുഷുണ്ട്, കുറ്റിച്ചെടികളുണ്ട്. അവിടെ അവൾ ഇരിക്കുന്നു. അവിടെ അവൾ വെറുതെ ഇരിക്കുന്നല്ല, അവൾ താറാവിൻ്റെ കുഞ്ഞുങ്ങളെ കൂട്ടിലടച്ചു. ഇപ്പം അവളുടെ കയ്യിലുള്ളത് ഷീ വാസ് നഴ്സിംഗ് എ വൂണ്ടഡ് ഡവ്, ഒരു പ്രാവ്. ആ പ്രാവിനെ എങ്ങനെ മുറിവേറ്റു? ആരെങ്കിലും വെടിവെച്ചതാണോ, അതെവിടെങ്കിലും വീണതാണോ എന്തോ? ഡവ് വാസ് വൂണ്ടഡ്. ആ മുറിവേറ്റ ഡവിലെ പച്ചമരുന്നുകളൊക്കെ അരച്ചതിൻ്റെ മുറിവിൽ പുരട്ടുന്നു. ആൻഡ് ഷീ ഹാഡ് എ ഗ്രേ കാറ്റ് വിത്ത് ഹെയർ. അവളുടെ അടുത്തൊരു ഗ്രേ കളറിലുള്ള പൂച്ചയുണ്ട്. ഈ പൂച്ച കൂടെ ഈ ഡവിനെ അള്ളാൻ വരും. അവൾ തള്ളി നീക്കുമായിരുന്നു. ഷീ വാസ് നഴ്സിംഗ് എ വൂണ്ടഡ് ഡവ്. ഷീ ഹാഡ് വിത്ത് ഹെർ എ ഗ്രേ കാറ്റ്.
ഷീ പ്രിവെന്റഡ് ദി കെയർ ഫ്രം കമ്മിങ് നിയർ ദി വൂണ്ടഡ് ഡവ്. ഈ പൂച്ച കൂടെ കൂടെ കളിതമാശയ്ക്ക് ഈ ഡവിൻ്റെ അടുത്തേക്ക് വരാൻ ശ്രമിക്കും. അവിടെ കൈകൊണ്ട് തട്ടി മാറ്റുമായിരുന്നു ആ പൂച്ചയെ. സോ എനിഹൗ ഫോർ ദി സെക്കൻഡ് ടൈം കാന്തിചന്ദ്ര സോ ദി വില്ലേജ് മെയ്ഡ്. രണ്ടാമത്തെ പ്രാവശ്യം ഇപ്പോൾ കാണുന്നത്. സോ കാന്തിചന്ദ്ര വാസ് സ്റ്റാൻഡിങ് ഇൻ ദി യാർഡ് വാച്ചിങ് ദി ബ്യൂട്ടിഫുൾ ഗേൾ. Then there came a call of Sudha from the house. Then there came a call of Sudha. Sudha, മോളെ സുധ. വീട്ടിനുള്ളിൽ നിന്നൊരു വിളി വന്നു, മോളെ സുധ, സുധ കം ഹിയർ. സുധ എന്നൊരു വിളി വന്നു. സുധ, ദി ഗേൾ ജംപ്ഡ് അപ്പ് ആൻഡ് റാൻ ഇൻ ടു ദി ഹൗസ്. ഉടനെ അവള് മുറിവേറ്റ ഡവിനെയും കൊണ്ട് ദി ഗേൾ ജംപ്ഡ് അപ്പ് ആൻഡ് റാൻ ഇൻ ടു ദി ഹൗസ്. കാന്തിചന്ദ്ര വാസ് ക്വൈറ്റ് ഇംപ്രസ്ഡ് ബൈ ദി ഗേൾ. ഇവളുടെ ഈ മൃഗങ്ങളോടുള്ള സ്നേഹവും, ഇയാളതിന് നായായിട്ട് രസത്തിന് വേണ്ടി നായായിട്ട് നടത്തുന്ന ആളാണെങ്കിലും അത് മാത്രമല്ല, എസ്പെഷ്യലി ഹെർ ബ്യൂട്ടി ആൻഡ് ബേബീഷ് ഫേസ്, എവറിത്തിങ് അട്രാക്റ്റഡ് ഹിം. കാന്തിചന്ദ്ര വാസ് ഗ്രേറ്റ്ലി ഇംപ്രസ്ഡ് ബൈ ദി ഗേൾ. ഹി തോട്ട് ദാറ്റ് സുധ വാസ് ആൻ അപ്രോപ്രിയേറ്റ് നെയിം ടു ഹെർ. കാന്തിചന്ദ്ര ആയിരിക്കും സുധ. സുധ മീൻസ് ആംബ്രോസിയ ഓർ നെക്ടർ. അമൃതം എന്നാണ് സുധ എന്ന് പറഞ്ഞാൽ. കൊള്ളാം, ഇവൾ അമൃത തന്നെയാണ് ആ പേര്. ദി നൈം ഈസ് വെരി മച്ച് അപ്രോപ്രിയേറ്റ് ടു ഹെർ. ഈ പെൺകുട്ടിക്ക് അന്വർത്ഥമാണ് ആ പേര്. ഉള്ള നല്ല പേര് സുധ, അമൃത്. He thought that Sudha was an appropriate name to the game. Actually, or in fact, you should understand, it was a coincidence that the girl rose when the voice Sudha was heard from inside the house. Actually, it was a coincidence that the girl rose when the voice of Sudha was heard from the house. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ഈ സുധ എന്ന് വിളിച്ചപ്പോൾ ആ വിളി കേട്ടുകൊണ്ടൊന്നുമല്ല അവൾ എഴുന്നേറ്റത്. ആ സുധ എന്നുള്ള വിളി വന്നപ്പം അവള് ഓട്ടോമാറ്റിക്കായിട്ട് പോയത് എതിർച്ചയെ അവളങ്ങ് എഴുന്നേറ്റ് അകത്തേക്ക് പോയതാണ്. എതിർച്ചയെ പോയതാണ്. While he was standing there, the householder, the household man, the householder നബീൻ ബാനർജി comes. നബീൻ ബാനർജിയാണ് വീട്ടുകാരൻ്റെ സുധയുടെ അച്ഛൻ്റെ പേര്. കാന്തിചന്ദ്ര ഇൻട്രൊഡ്യൂസ്ഡ് ഹിംസെൽഫ് ടു ദി മിഡിൽ ഏജ്ഡ് ഹൗസ്ഹോൾഡർ നബീൻ ബാനർജി. നബീൻ ബാനർജി, NABIN ബാനർജി. കാന്തിചന്ദ്ര ഇൻട്രൊഡ്യൂസ്ഡ് ഹിംസെൽഫ് ടു ദി മിഡിൽ ഏജ്ഡ് ഹൗസ്ഹോൾഡർ നബീൻ ബാനർജി. മധ്യവയസ്കനായ ഹൗസ് ഹോൾഡർ നബീൻ ബാനർജി സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അവ പലതും ചോദിച്ചു. കാന്തിചന്ദ്ര പറഞ്ഞു, സ്വയം വെരി തെസ്റ്റി, ഞങ്ങൾ നായാട്ടിനൊന്നാണ്, എൻ്റെ അച്ഛൻ ഇന്നാരാണ്, ഞങ്ങൾ ഇന്ന ദേശക്കാരാണ്, 2 കവർ ചെയ്ത ബോട്ടിൽ ഞങ്ങൾ താമസമാണ്, ഏതാണ്ട് ഒരു 3-4 ദിവസമായി ഇവിടെ വന്നിട്ട് പരിവാരങ്ങളൊക്കെ ഉണ്ട്, അവരൊക്കെ അവിടെ ആ നദിക്കരയിലാണ്, നല്ല വെള്ളം കുടിക്കാനില്ല, ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം നബീൻ ചന്ദ്ര വെന്റ് ഇൻസൈഡ് ആൻഡ് ബ്രോട്ട് വാട്ടർ ബൈ ഹിംസെൽഫ്. സ്വയം വെള്ളം കൊണ്ടുവന്നു, കുറച്ച് ബിസ്ക്കറ്റ് കൂടെ കഴിക്കാൻ കൊടുത്തു. ബിസ്ക്കറ്റും കഴിച്ച് വെള്ളം കുടിച്ചു. കാന്തിചന്ദ്രന് വേണ്ടിയിട്ടല്ല, ഇറ്റ് ഈസ് ആൻ എക്സ്ക്യൂസ് ടു ഓപ്പൺ എ കോൺവെർസേഷൻ വിത്ത് ഹിം. ഇറ്റ് ഈസ് ജസ്റ്റ് ആൻ എക്സ്ക്യൂസ് ടു ഓപ്പൺ അപ്പ് എ കോൺവെർസേഷൻ വിത്ത് ദി മിഡിൽ ഏജ്ഡ് മാൻ. അയാളോടൊന്ന് സംസാരിക്കാൻ വേണ്ടി ഒരു ചുറ്റുവട്ട ഒരുക്കലായിരുന്നു അത്. നബീൻ ബാനർജി സെഡ് ദാറ്റ് ഹി ഹാഡ് ഓൺലി വൺ കെയർ ഇൻ ലൈഫ്. നബീൻ ബാനർജി പറഞ്ഞു, പണമൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല, എനിക്ക് ആകെ ഒരു കെയർ മാത്രമേ ഉള്ളൂ. ഇറ്റ് വാസ് അബൌട്ട് ഹിസ് ഡോട്ടർ സുധ ഹു വാസ് ഗ്രോയിങ് അപ്പ്. വളർന്നു വരുന്ന എൻ്റെ മകൾ സുധയാണ് എൻ്റെ ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത്. അവളെ ഒരു നല്ലൊരു കയ്യിൽ ഏൽപ്പിക്കണം, നല്ലൊരു മനുഷ്യൻ്റെ കയ്യിൽ ഏൽപ്പിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. ഹി വാണ്ടഡ് ടു ഫൈൻഡ് ഔട്ട് എ സ്യൂട്ടബിൾ ബ്രൈഡ് ഗ്രൂം ഫോർ ഹെർ. നിങ്ങളുടെ നാട്ടിലെങ്ങാനും ഉണ്ടാകുമോ? പരിചയക്കാരിൽ ആരെങ്കിലും ഉണ്ടോ? എന്തായാലും ഒരു നല്ലൊരു വരനെ അവൾക്ക് വേണ്ടി കണ്ടെത്തണം. അത് കണ്ടെത്തിയാൽ എനിക്ക് ലോകത്തോടുള്ള കടപ്പാട് തീർന്നു, കടം വീട്ടിയെന്ന് കരുതാം. എൻ്റെ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും ആയി എന്ന് എനിക്ക് സമാധാനിക്കാം. എൻ്റെ മോളെ ഒരു സുരക്ഷിതമായ കയ്യിൽ പിടിച്ചേൽപ്പിക്കണം. കാന്തിചന്ദ്ര പറഞ്ഞു, അമ്മ നമുക്ക് ആലോചിക്കാം, ഒരു കാര്യം ചെയ്യൂ, നാളെ രാവിലെ അരുവിയുടെ അടുത്തേക്ക് വരാം, ഞാൻ എൻ്റെ ബോട്ടിൽ കാണുമെന്ന് പറഞ്ഞു. ലേറ്റർ നബീൻ ചന്ദ്ര മെറ്റ് കാന്തിചന്ദ്ര ഇൻ ദി ബോട്ട്. പറഞ്ഞനുസരിച്ച് പിറ്റേന്ന് തന്നെ കാന്തിചന്ദ്രയെ പോയി കണ്ടു നബീൻ ബാനർജി. ലേറ്റർ നബീൻ ബാനർജി മെറ്റ് കാന്തിചന്ദ്ര ഇൻ ദി ബോട്ട്. കാന്തിചന്ദ്ര പറഞ്ഞു, ഒരാളുണ്ട്, യോഗ്യനാണ്,
നേരത്തെ ഒരു കല്യാണം കഴിച്ചു, എന്നാലും 2 മാസമേ ഭാര്യ ഉണ്ടായിരുന്നുള്ള അവളുടെ അസുഖം വന്ന് മരണപ്പെട്ടു പോയി. സൽസ്വഭാവിയാണ്, സുമുഖനാണ്, ആള് ഞാനാണ് മാമ. ഐ റിയലി വാണ്ട് ഹെർ. ഐ ആം ഡീപ്ലി ഫാസിനേറ്റഡ് ബൈ ഹെർ. മാമ എനിക്ക് കെട്ടിച്ചു തരും, അവളെ എനിക്ക് കെട്ടിച്ചു തരും. കാന്തിയന്ദ്ര then proposed to marry Banerjee's daughter, Sudha. This came as a pleasant surprise to Banerjee. ഇത്രയും വലിയ കുടുംബക്കാരൻ, ഏതാണ്ട് രാജകീയമായി കഴിയുന്ന ഈ ഭൂവുടമ കാന്തിയന്ദ്ര തൻ്റെ മകളെ കല്യാണം കഴിക്കാനോ? ഇതിൽ കൂടുതൽ എന്ത് വേണം? നിമിത്തമാണ് ഇതെല്ലാം. അയാളെ ഇവിടെ നായാട്ടിന് കൊണ്ടുവന്നതൊക്കെ നിമിത്തമാണ്. എൻ്റെ വീട്ടിൽ വെള്ളം കുടിക്കാൻ ദാഹിച്ചു വന്നതും ഒക്കെ ഒരു നിമിത്തമാണെന്ന് പറയാം. ഈ ഇറ്റ് വാസ് the proposal made by Kandiyendra was a pleasant surprise to Nabeen Banerjee. Nabeen Banerjee considered this proposal as a matter of good fortune. As far as Nabeen Banerjee was concerned, he considered this proposal as a matter of good fortune. സൗഭാഗ്യത്തിൻ്റെ സൂചനയായിട്ടാണ് കണ്ടത്. ബിക്കോസ് Kandiyendra was a landowner of great wealth and position. സാധാരണക്കാരനല്ല, ഈസ് എ VIP. കാന്തിചന്ദ്ര വാസ് എ ലാൻഡ് ഓണർ ഓഫ് ഗ്രേറ്റ് വെൽത്ത് ആൻഡ് പൊസിഷൻ. ഇഷ്ടംപോലെ സമ്പത്തും സ്ഥാനമാനമുള്ള ആളാണ് കാന്തിചന്ദ്ര. അപ്പോൾ നവീൻ ബാനർജി പറഞ്ഞു, ഒരു കാര്യം ചെയ്യ് മോനെ, നീ എൻ്റെ മോളെ കണ്ട് സംസാരിക്കുക, നിങ്ങൾ രണ്ടും സംസാരിക്കുക, പരസ്പരം ഒന്ന് കണ്ട് സംസാരിച്ച് ഇഷ്ടപ്പെടട്ടെ. എനിക്ക് കാണേണ്ട കാര്യമല്ല. ആക്ച്വലി ഐ ഹാവ് സീൻ ഹെയർ ടോയ്സ്. 2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഒന്ന് ഇവിടെ താറ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നപ്പോഴും പിന്നെ വീട്ടിൽ ഞാൻ വെള്ളം കുടിക്കാൻ വന്നപ്പോഴും കണ്ടിട്ടുണ്ട്. ഇനിയിപ്പം കാണേണ്ട കാര്യമുണ്ട്. കാന്തിയന്ദ്ര told Nabeen Banerjee that he was not particular on seeing the girl before marriage. വിവാഹത്തിനും പിന്നെ കാണേണ്ട എനിക്കില്ല. കാന്തിചന്ദ്ര told Nabeen Banerjee that he was not particular on seeing the girl before marriage. He would see her and talk to her at the moment of auspicious vision. പറഞ്ഞതാണ്, I would see her and talk to her at the moment auspicious vision. Auspicious vision, ആ ശുഭദൃഷ്ടിയുടെ സമയത്ത്, ആ മുഹൂർത്ത സമയത്ത് ഞാൻ അവളെ കണ്ടോളാം, അവളുടെ മുഖം ഞാൻ കണ്ടോളാം, അപ്പോഴേ ഞാൻ സംസാരിച്ചോളാം. അത് മതി എനിക്കത് മതി. ഇത്രയും പെട്ടെന്ന് വിവാഹം നടത്തി തരും അമ്മാവ. He would see her and talk to her at the moment of the auspicious vision. നബീൻ ബാനർജി ബ്ലസ്ഡ് ഹിം. നബീൻ പറഞ്ഞിടൂ, മോനെ നിനക്ക് നല്ലത് വരുത്തും, ദൈവം നല്ലത് വരുത്തും. എൻ്റെ മോളെ കൊണ്ട് നിനക്കൊരു ദുഃഖവും ഉണ്ടാവത്തില്ല. അവൾക്ക് വീട്ടുകാര്യങ്ങളെല്ലാം നന്നായി പരിപാലിക്കാൻ അറിയാം. ആൻഡ് ഷീ ഈസ് എ വെരി ക്ലീൻ ആൻഡ് പ്യുവർ വുമൺ. നിനക്ക് ജീവിതത്തിൽ സൗഭാഗ്യം ഉണ്ടാവത്തുള്ളൂ മോനെ. നബീൻ ബാനർജി ബ്ലസ്ഡ് ബൈ സേയിങ് ദാറ്റ് ഹിസ് ഡോട്ടർ മൈറ്റ് നെവർ കോസ് ഹിം എ മോമെന്റ്സ് റിഗ്രറ്റ്. ഒരു നിമിഷ നേരത്തെ പശ്ചാത്താപം പോലും നിനക്ക് ഉണ്ടാവില്ല മോനെ എൻ്റെ മോളെ കിട്ടിയതുകൊണ്ട് എന്ന് നബീൻ ബാനർജി പറഞ്ഞു. വാട്ട് ഡിഡ് നബീൻ ബാനർജി സേ? നബീൻ ബാനർജി സെഡ് ടു ഹിം ദാറ്റ് he would have never to worry about his daughter. Nabeen Banerjee blessed him by saying that his daughter might never cause him a moment's regret or worry. Kandiyendra did not bother to see the girl because he thought that he had already seen the beautiful girl twice. Kandiyendra പറഞ്ഞത് കണ്ടെന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം കണ്ടല്ലോ. ഒന്ന് ഡക്ലിങ്സിനെ കൊണ്ടുവന്ന് വെള്ളത്തിലിറങ്ങി കളിപ്പിക്കുന്ന സമയത്ത് കണ്ടു, പിന്നെ മുറിവേറ്റ ഡവരെ അതിനെ ശുശ്രൂഷിക്കുന്ന സമയത്ത് കണ്ടല്ലോ. അതുകൊണ്ടാണ് കാന്തിയന്ദ്രയ്ക്ക് പിന്നെ കാണാൻ തോന്നാഞ്ഞത്. ദി വെഡ്ഡിങ് സെറിമണി വാസ് കണ്ടക്റ്റഡ് ഇൻ എ ഗ്രാൻഡ് സ്റ്റൈൽ. വിവാഹം ഗംഭീരമായിട്ട് നടന്നു. ഒരു സമീന്ദാറുടെ ഒരു കേസിൽ പോലുള്ള ഒരു സ്ഥലം അറേഞ്ച് ചെയ്ത് അവിടെ ആയിരുന്നു വെഡ്ഡിങ് ദിവസം കാന്തിയന്ദ്ര ആനപ്പുറത്താണ് എഴുന്നള്ളിയത്. ഹി കെയിം ഓൺ എലിഫൻസ് ബാക്ക്. ആനപ്പുറത്ത് എഴുന്നള്ളി കാന്തിയന്ദ്ര. ഗംഭീരമായ വിവാഹം, നാട്ടുകാരെയൊക്കെ ഞെട്ടിച്ചൊരു വിവാഹമായിരുന്നു അത്. ദ വെഡ്ഡിങ് സെറിമണി വാസ് കണ്ടക്റ്റഡ് ഇൻ എ ഗ്രാൻഡ് സ്റ്റൈൽ. അറ്റ് ദി എൻഡ് ഓഫ് ദി സെറിമണി, വിവാഹത്തിന് ചടങ്ങ് തീരാറായി, ശുഭദൃഷ്ടിയുടെ സമയമായി. അറ്റ് ദി എൻഡ് ഓഫ് ദി സെറിമണി കാന്തിയന്ദ്ര took off his wife's bridal veil. ഭാര്യയുടെ മുഖത്തുള്ള വീല് ഇയാളത് ചെയ്തു, ഒന്നും നീക്കി. As he did so, he started back
ഇയാള് വീൽ നീക്കിയത് ഞെട്ടിത്തെറിച്ച് പുറകോട്ട്. അയ്യോ, ഇയാളാപ്പാടെ സ്തംഭിച്ചു പോയി. എന്റെ കാര്യം, ഹിസ് വൈഫ് വാസ് നോട്ട് ദി ഗേൾ ഹി ഹാഡ് സീൻ ഏർലിയർ. താരമുഞ്ഞങ്ങളെ കൊണ്ടുവന്ന പെണ്ണല്ലത്, ആ മുറിവേറ്റിട്ട് അഭിനയിച്ച പെണ്ണല്ലത്, ഇത് വേറെ ഒരു പെണ്ണ്. അയ്യോ, ഇറ്റ് ഇസ് എ കേസ് ഓഫ് പ്യുവർ ചീറ്റിംഗ്. ഈ കിളവൻ എന്നെ ഒരു പെണ്ണിനെ കാണിച്ച് വേറൊരു പെണ്ണിനെ കെട്ടിച്ചേർന്നു. ആളുകൾ ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ എൻ്റെ ഭാവമാറ്റം. As he did so, when he removed the wheel, bridal wheel of his wife, he started. He got the shock of his life. What was the reason? His wife was not the girl he had seen earlier. So Gandhichandra was terribly shocked and upset. He was greatly shocked and upset on seeing the new girl. അതെന്താ പറ്റിയത്? എന്താ സംഭവിച്ചത്? Gandhichandra was sitting there with his great shock in life, but he tried his maximum not to express the disturbance caused by the discovery. ഈ ഒരു മാനസികമായ ഒരു ഡിസ്റ്റർബൻസ് പുറത്ത് കാണിക്കാൻ ശ്രമിച്ചു. അങ്ങനെ വിഷമിച്ചിരുന്നതല്ല. ഈ വിവാഹം എന്ന് പറഞ്ഞാൽ എന്താ? ഇതെല്ലാം വിധിയല്ല. മാരേജസ് ആർ മെയ്ഡ് ഇൻ ദി ഹെവൻസ്. സ്വർഗത്തിൽ നടക്കുന്നതല്ലേ പറയും. ഇത് വിധിയായിരിക്കും, എനിക്ക് വിധിച്ചിട്ടുള്ളത് എവളായിരിക്കാം. പക്ഷെ എന്തായാലും കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ തോന്നിയ വധുവിൻ്റെ മുഖത്ത് അത്ര പ്രഭയും മറ്റേ കുട്ടിയുടെ അത്ര സൗന്ദര്യമൊന്നും കണ്ടില്ല. A little hair came running into the bridal room. ഈ സമയത്ത് ഇവരുടെ ശുഭദൃഷ്ടിയുടെ ആ ഒരു എൻക്ലോസ്ഡ് ഏരിയയിൽ ആ റൂമിലേക്ക് ഒരു മുയൽക്കുട്ടി കൂടി വന്നു. ആ മുയൽക്കുട്ടി വരുവാണെങ്കിൽ അതിൻ്റെ കസ്റ്റോഡിയൻ ആരാണെന്ന് അറിയാമല്ലോ. ഫോളോയിങ് ദി ഹെയർ, ആ മുയലിനെ ഫോളോ ചെയ്തുകൊണ്ട് ആരാ വന്നേ? Following the hair came the beautiful girl whom Gandhichandra had seen earlier. Following the hair came the little beautiful girl whom Gandhichandra had seen earlier. Gandhichandra സ്ട്രീമിൻ്റെ എഡ്ജിൽ വെച്ചും അതുപോലെ ഈ നബീൻ ബാനർജിയുടെ വീട്ടുമുറ്റത്ത് വെച്ചും കണ്ട ആ പെൺകുട്ടിയാണ് ആ ഹെയറിനെ പിടിക്കാനായി. ഗാന്ധിചന്ദ്രയ്ക്ക് ഒരു മനസ്സിലൊരു കുറ്റബോധവും വിഷമവും നഷ്ടബോധവും ഒക്കെ തോന്നിയെങ്കിലും he asked her some polite questions. എവളിവിടെ വന്ന് ഇവരുടെ മുമ്പിൽ, ഈ നവവധുവരന്മാരുടെ മുമ്പിൽ അങ്ങ് ഇരിക്കുക, തറയിലിരിക്കുകയാണ്. ഉടനെ പെണ്ണുങ്ങളെ അവിടെ ഇരിക്കുന്ന പെണ്ണുങ്ങൾ, ഇവളെന്തോ ഈ പൊട്ടിപ്പെണ്ണ് എന്തോന്നാ ഈ കാണിക്കുന്ന, അവിടെ പോയി അവരുടെ കീഴിൽ പോയിരിക്കുക. അപ്പൊ ഇത് ആരാണ്? അവിടുത്തെ വേലക്കാരിയാണോ, അതോ അയൽവാസി കുട്ടിയാണോ, ബന്ധുവാണോ? അത് ആരാണെന്ന് വ്യക്തമാക്കുന്നില്ല ടാഗോർ ഈ കഥയിൽ. മേ ബി എ സെർവൻറ്റ് or a relative or a neighbor, അങ്ങനെ ആരും ആയിരിക്കാം അവള്. അപ്പോൾ ഗാന്ധിചന്ദ്ര ചോദിച്ചു, എന്താ കുട്ടിയുടെ പേര്? അതിരിക്കട്ടെ, വാട്ട് അബൌട്ട് ദി ഡെക്ലിങ്സ്, ഹൗ ദേ ഗ്രോൺ അപ്പ്? ആ നാളെ കൊണ്ടുവന്ന ഡെക്ലിങ്സ് ഒത്തിരിയൂടെ വലുതായോ? വാട്ട് അബൌട്ട് യുവർ വൂണ്ടഡ് ഡൗ, ആ മുറിവേറ്റ ഡൗ, അത് സുഖമായോ? അതിൻ്റെ മുറിവൊക്കെ കരിഞ്ഞുണങ്ങിയോ? ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടും there was no answer from her. He asked her some polite questions, but she did not listen or answer. അവളോട്ട് ശ്രദ്ധിക്കുന്നതുമില്ല, ഒന്നിനും മറുപടി പറയുന്നില്ല. ഇവിടെ ഒത്തിരി അഹങ്കാരിയാണോ അത്? ഞാനിത്ര ഉറക്കെ ചോദിച്ചെന്നൊക്കെ ഒന്നും മറുപടി പറയുന്നല്ലോ. ഈ സമയത്ത് ദി അതർ വിമൻ, അവിടെ ഉണ്ടായിരുന്ന ശുഭദൃഷ്ടിയുടെ ആ ചടങ്ങ് വീക്ഷിക്കാൻ വന്ന മറ്റ് സ്ത്രീകൾ, ബന്ധുക്കൾ, നാട്ടുകാർ, ദി അതർ വിമൻ ലാഫ്ഡ്. അവർ ചിരിച്ചു. പൊട്ടിപ്പെണ്ണെന്തോ ഈ കാണിക്കുന്ന നമ്മള് and asked her to leave the room. ആംഗ്യം കാണിച്ചു ഇറങ്ങി പോകാനായിട്ട്. Gandhichandra learned that the girl was deaf and dumb. She is unable to speak and unable to hear. She is not able to speak and she is unable to hear. കേൾക്കാനും കഴിയത്തില്ല, സംസാരിക്കാനും കഴിയത്തില്ല. She is deaf and dumb. Oh, this was a second shock. ആദ്യം വീൽ മാറ്റിയപ്പോണ്ടായ ഷോക്ക്, പറ്റിക്കപ്പെട്ടല്ലോ, ചതിക്കപ്പെട്ടല്ലോ എന്നുള്ള ഷോക്ക്. ഇപ്പോ ദൈവം എന്തൊരു പരീക്ഷണം എന്നോട് കാണിക്കുന്നേ. ഭാഗ്യമായല്ലോ, എവിടെ പൊട്ടിപ്പെണ്ണാണോ, എവൾക്ക് ഊമയും ബധിരയുമാണ് അവള്. ഷി വാസ് ഡെഫ് ആൻഡ് ഡം. നമ്മളിങ്ങനെയൊക്കെ പറയുന്നത് ഒരു ബോഡി ഷെയ്മിങ് നടത്തിക്കൂടാ.
വൈകല്യമുള്ള ആളുകളെ പരിഹസിച്ചുകൂടാ, അവരോട് നമ്മൾ കൂടുതൽ സിമ്പതറ്റിക് ആവണം. പക്ഷെ ടാഗോർ അങ്ങനെ പറഞ്ഞിരിക്കുന്നു കഥയിൽ. എന്തായാലും അത് മനസ്സിലാക്കി. ദിസ് വാസ് എ സെക്കൻഡ് ഷോക്ക്. If he had married the girl, it would have been a great calamity or disaster. ഈ പൊട്ടി പെണ്ണിനെ, ഈ ബധിരയും മൂകയുമായ പെണ്ണിനെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ജീവിതം ആകപ്പാടെ ഒരു കോഞ്ഞാട്ടായി, ഒരു ഗംഭീരമായ ട്രാജഡിയായി മാറിയത്. ദൈവം രക്ഷിച്ചു. ഗോഡ് ഈസ് വിത്ത് മീ. അപ്പോൾ അത് ട്രാജഡി ബിക്കെയിം എ കോമഡി ഉണ്ടാവും. ആ ട്രാജഡി ഒരു കോമഡിയായി മാറി. സോ ദിസ് ഇൻസിഡന്റ് ക്യാൻ ബി കോൾഡ് എ കോമഡി ഓഫ് എറർ. എന്തായാലും ഇയാളുടെ തെറ്റിദ്ധാരണ മൂലം ഇതിപ്പോൾ ഒരു കോമഡിയായി മാറി. അല്ലെങ്കിൽ ഈ ബധിരയും മൂകയുമായ പെണ്ണിനെ കല്യാണം കഴിച്ച് ഇയാൾ സംഗീതം ഇഷ്ടപ്പെടുന്നവളാണ്. ഇപ്പോഴത്തെ ഭാര്യ പാട്ട് പാടുന്നവൾ, ഈ പെണ്ണ് പാട്ട് പാടുന്നവളാണ്. അപ്പോൾ പാട്ട് ആസ്വദിക്കാൻ കഴിയും, കേൾക്കാനും സംസാരിക്കാനും കഴിയത്തില്ല. എൻ്റെ ജീവിതം തകർന്നു പോയാൽ തൊലിപ്പുറത്തെ സൗന്ദര്യം കൊണ്ട് എന്താ കാര്യം? It was fate that prevented him from marrying the girl who was deaf and dumb. Actually, it was fate that prevented him from marrying the girl who was deaf and dumb. ഈ മൂകയും ബധിരയുമായ പെണ്ണിനെ വിവാഹം കഴിക്കുന്നതിൽ നിന്നും തടഞ്ഞത് കാന്തിചന്ദ്രയുടെ വിധിയാണ്. വിധിക്കുന്നവരല്ലേ കല്യാണം വിവാഹം നടക്കത്തുള്ളൂ. He looked at his bride Sudha, or he looked at his wife Sudha. ഏകൻ വീണ്ടും ഒന്ന് നോക്കിയപ്പോൾ ഇപ്പം അയാളുടെ കണ്ണിലെ അന്ധകാരത്തിൻ്റെ മൂടുപടമൊക്കെ അങ്ങ് പോയി. എവളും സുന്ദരിയാണല്ലോ. മേ ബി മൈ വൈഫ് ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ ദി ഗേൾ. അവളെക്കാളും അവൾക്ക് ഈ അന്ധയും ബധിരയെന്ന് മാത്രമല്ല, ഒത്തിരി കുറവുണ്ടെന്ന് തോന്നുന്നു. ബുദ്ധി ഇച്ചിരി പിന്നോട്ടാണെന്ന് തോന്നുന്നു. അല്ലെ ഇവിടെ ഒന്ന് തടയിരിക്കുമോ ഞങ്ങളുടെ മുമ്പിൽ, വധുവരന്മാരുടെ മുമ്പിൽ? എൻ്റെ ഭാര്യ സുന്ദരിയാണല്ലോ. നേരത്തെ ആ മാനസികമായ ഷോക്ക് കൊണ്ടാ എൻ്റെ ഭാര്യയ്ക്ക് സൗന്ദര്യം കുറവാണെന്നൊക്കെ തോന്നിയത്. അല്ലല്ലല്ല, മൈ വൈഫ് ഈസ് എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ. നവീൻ ബാനർജി പറഞ്ഞതുപോലെ എനിക്കൊരു യാതൊരു കുറവുണ്ടാകില്ല. ഷീ ഈസ് ഓൾസോ വെരി ഇന്നസെൻറ്റ്. ഷീ ലുക്സ് വെരി ഇന്നസെൻറ്റ്. He looked at his bride Sudha again and saw a new radiance. Now he saw a new brightness on her face. അവളുടെ മുഖത്തൊരു പ്രത്യേക തിളക്കിപ്പ് കണ്ടു. He found a halo around her face. He now felt no regrets in marrying her. ഇപ്പം ഒരു പശ്ചാത്താപവും ദുഃഖവും തോന്നിയില്ല. സുധയെ കല്യാണം കഴിച്ചതിൽ സന്തോഷമാണ് തോന്നിയത്. ദൈവം എന്നെ വാസ്തവത്തിൽ രക്ഷപ്പെടുത്തി. ഞാൻ ആർക്കും ഈ മൃഗങ്ങളെ ജന്തുക്കളെയൊക്കെ നായാട്ട് നടത്തി കൊന്നിട്ടുണ്ടല്ലോ, ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ല. അതുകൊണ്ടായിരിക്കും. He now felt no regret in marrying her. It was by mistake that he identified the beautiful village maid with Sudha. It was his utter mistake that he identified the village maiden with Sudha. ഇയാളുടെ തെറ്റിദ്ധാരണ കൊണ്ടാണ് ആ പെണ്ണിനെ സുധയെ കരുതിയത്. അകത്തുനിന്ന് മറ്റേ സുധയെ വിളിച്ചപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പെൺകുട്ടി അവിടെ ഒന്നും കേൾക്കാൻ കഴിയത്തല്ലോ. അവൾ ആ സമയത്തൊന്ന് എഴുന്നേറ്റകത്തേക്ക് പോയി. അപ്പോഴേ ഇയാൾ ഹി കെയിം ടു ദി കൺക്ലൂഷൻ ദാറ്റ് ദി ഗേൾ വാസ് സുധ. ഈ പെണ്ണ് സുധയാണെന്ന് കരുതുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇറ്റ് വാസ് ബൈ മിസ്റ്റേക്ക് ദാറ്റ് ഹി ഐഡന്റിഫൈഡ് ദി ബ്യൂട്ടിഫുൾ വില്ലേജ് മെയ്ഡ് വിത്ത് സുധ. ദിസ് എറർ ഓർ മിസ്റ്റേക്ക് led to his first shock on seeing his bride. അപ്പം ഈ തെറ്റ്, എവിടെ സുധയാണെന്ന്, ഈ പെൺകുട്ടിയെ സുധയാണെന്ന് കരുതിയത്, this error or mistake led to his first shock on seeing the bride. തൻ്റെ വധുവിനെ ശുഭദൃഷ്ടി സമയത്ത്, ഓസ്പിഷ്യസ് വിഷൻ്റെ സമയത്ത് തൻ്റെ വധുവിനെ ദർശിച്ചപ്പോൾ ഷോക്ക് ഉണ്ടായത് അതുകൊണ്ടാണ്. And the second shock finally turned the whole thing into a comedy. The second shock, the revelation that the girl was deaf and dumb. ഈ പെൺകുട്ടി, ഇയാള് ഇഷ്ടപ്പെട്ടിരുന്ന പെൺകുട്ടി ഡെഫും ഡംബുമാണെന്നുള്ള രണ്ടാമത്തെ ഷോക്ക്. ദി സെക്കൻഡ് ഷോ ഫൈനലി ടേൺഡ് ദി ഹോൾ തിങ് ഇൻടു എ കോമഡി. ഇത് ഒരു കോമഡിയാക്കി മാറ്റി. ഇഫ് ഫേറ്റ് ഹാഡ് നോട്ട് ഫേവേർഡ് ഹിം, വിധി കാന്തിചന്ദ്രയ്ക്ക് അനുകൂലമായിരുന്നില്ല എങ്കിൽ എന്താണ്, ദി മാരേജ് വുഡ് ഹാവ് എൻഡഡ് ഇൻ ഡിസാസ്റ്റർ. ഇയാൾ അറിയാതെ മറ്റേ പെണ്ണാണെന്ന് പറയും. ഒരു പക്ഷേ നവീൻ ബാനർജി ആ പെണ്ണിനെ വിവാഹം കഴിച്ചു കൊടുക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തിരുന്നുവെങ്കിൽ വാട്ട് വുഡ് ഹാവ് ഹാപ്പൻഡ്? ഈ ഫേറ്റ് ഹാഡ് നോട്ട് ഫേവേർഡ് ഹിം, വിധി ഫേവർ ചെയ്തിരുന്നില്ലെങ്കിൽ ദി മാരേജ് വുഡ് ഹാവ് എൻഡഡ് ഇൻ അട്ടർ ഡിസാസ്റ്റർ.
അട്ടർ ട്രാജഡി, പരിപൂർണ ട്രാജഡിയായി മാറിയായിരുന്നു. കാന്തിചന്ദ്ര നൗ ഹാഡ് ദി ട്രൂ ഓസ്പിഷ്യസ് വിഷൻ. ഇപ്പോഴാണ് കാന്തിചന്ദ്രയ്ക്ക് ശുഭദൃഷ്ടി ഉണ്ടാകുന്നത്. ഹി ഹാഡ് ദി ഓസ്പിഷ്യസ് വിഷൻ which brought him happiness, and this auspicious vision, the new vision, brought him extreme happiness. ജീവിതത്തിൽ സന്തോഷം പ്രദാനം ചെയ്യുകയും ചെയ്തു.